മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ തെറ്റുകളുടെയും ബലഹീനതകളുടെയും അഭിനിവേശത്തിൻ്റെയും പ്രതിധ്വനി മാത്രമാണ്. എന്നിട്ടും അവൻ കുറ്റപ്പെടുത്തുന്നത് വിധിയെയാണ്. ചേർന്നിരിക്കാൻ ആളുണ്ടെങ്കിലും ചേർന്ന് പോകുന്ന മനസ്സല്ലെങ്കിൽ പിന്നെ ചോർന്നു പോകുന്ന മൺകുടം പോലെയാകും ജീവിതം. സങ്കടങ്ങളുടെ കാലത്ത് ഉപദേശങ്ങൾ കൊണ്ട് എന്ത് കാര്യം? അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മെ കാണുന്ന കണ്ണുകളും കേൾക്കുന്ന കാതുകളും മനസ്സിലാക്കുന്ന മനസ്സുമാണ്. നമ്മളെ കരയിച്ചവരുടെ മുൻപിൽ ചിരിച്ചു നിൽക്കുവാനും നമ്മളെ പരിഹസിച്ചവർക്ക് മുൻപിൽ അന്തസ്സായി ജീവിക്കുവാനുമുള്ള ധൈര്യം കാണിക്കുക. നമ്മുടെ ലോകം മെനഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. നമുക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ ഇഷ്ടം പോലെ അത് മെനഞ്ഞെടുക്കും. ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിറവേറുമ്പോൾ മാത്രം സന്തോഷിക്കുന്നു. എന്നാൽ ജ്ഞാനിയായ ഒരാൾ കാരണമേതുമില്ലാതെ സദാ സന്തോഷവാനായിരിക്കുന്നു. വിവേകമുള്ളവൻ തൻ്റെ നാവ് എല്ലാ കാതുകൾക്കും ഇരയാക്കുകയില്ല. അവൻ്റെ വാക്കുകൾ അത് അറിഞ്ഞിരിക്കേണ്ടവർക്ക് വേണ്ടി മാത്രം ഉള്ളതായിരിക്കും. സത്യങ്ങൾ വന്നെത്താൻ ഒരുപാട് വൈകി പോകും, പക്ഷേ കള്ളങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നതൊരു സത്യമാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ സത്യങ്ങൾ വിളിച്ചു പറയുന്നവരായിരിക്കും. മധുരമുള്ള നുണകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഉള്ളവന് പിറകെ 1000 പേരുണ്ടാവും, എന്നാൽ ഇല്ലാത്തവന് കൂട്ട് അവൻ്റെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും മാത്രമായിരിക്കും. എന്തെങ്കിലും ലക്ഷ്യം സാധിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആരെയെങ്കിലും ശത്രുവാക്കിയേ പറ്റൂ. ശത്രുക്കളില്ലാത്തവൻ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ലാത്തവനായിരിക്കും. നിങ്ങൾക്ക് മര്യാദ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ ഒരിക്കലും കടന്നു ചെല്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ അത്യാവശ്യമാണ്: പലതും മറക്കുവാനുള്ള മനസ്സും ആത്മവിശ്വാസവും.